എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഡെസ്റോസ് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങളെല്ലാം തമ്മിൽ പരസ്പരം അറ്റാക്ക് ചെയ്യാണ്. ഡെസ്റോസ് ഐലാൻഡ് ആണെങ്കിൽ ഇപ്പൊ തീ പിടിച്ച് അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെയുള്ളവർ ഒരുപാട് പേര് ഇപ്പോഴും ഡോഫ്ലമിംഗോയുടെ കൺട്രോളിൽ പെട്ട് നിരപരാധികളായിട്ടുള്ള ഒരുപാട് ജനങ്ങളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. സ്വന്തം അച്ഛനെയും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ മറ്റു ചിലരാണെങ്കിൽ അവരുടെ അറ്റാക്കിൽ ബലിയാടാവുകയാണ്. അറ്റാക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് അവരുടെ ബോഡിയിൽ കൺട്രോൾ ഇല്ല. അവരാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടേയിരിക്കും, ദയവ് ചെയ്ത് എന്റെ അടുത്തുനിന്ന് മാറി നിൽക്ക്, എന്റെ കൺട്രോള് അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ജനങ്ങളാണെങ്കിൽ നിസ്സഹായരായി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അതേസമയം ചില പൈററ്റ്സ് ആണെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ആഭരണങ്ങളും പണങ്ങളും ഒക്കെ തന്നെ മോഷ്ടിക്കുകയാണ്. അടുത്ത നിമിഷം നേവി സോൾജേഴ്സ് അവിടേക്ക് വരും. അവരെ കാണേണ്ട താമസം ആ കള്ളന്മാരാണെങ്കിൽ അവരടിച്ചു മാറ്റിയ സാധനമായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. മറ്റൊരു ഭാഗത്ത് ടോയ്സ് ആക്കി മാറ്റപ്പെട്ട ചില ആനിമൽസ്, അവറ്റകളാണെങ്കിൽ തീയിലും ട്രാപ്പുകളിലും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലൊക്കെ പെട്ട് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നേവിക്കാർ അവറ്റകളെയും ഇപ്പോ മയക്കുവെടിയൊക്കെ വെച്ച് വീഴ്ത്തി എങ്ങനെയെങ്കിലും ഒറ്റകളെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ മറ്റൊരു ഭാഗത്ത് ശ്രമം തുടങ്ങും. ഒരാനയാണെങ്കിൽ ആ സ്ട്രിങ്സിൽ അതിൽ ആഞ്ഞെട്ടിക്കുകയാണ്. പക്ഷെ സ്ട്രിങ്ങിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. നിസ്സഹായരായ ചില ജനങ്ങള് ഇപ്പൊ നേവിക്കാരുടെ കാലിൽ വീണ് കെഞ്ചും, പ്ലീസ് ഞങ്ങളെ രക്ഷിക്ക്, ഇവിടുന്ന് എങ്ങനെയെങ്കിലും മറ്റൊരു സേഫായ സ്ഥലത്തേക്ക് ഞങ്ങളെ മാറ്റണം. നേവി അഡ്മിറലിനാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഡെസ്റോസ് ഐലാൻഡ് ആണെങ്കിൽ ഇപ്പൊ ഏകദേശം പൂർണ്ണമായിട്ടും നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ വേറൊരു സോൾജിയർ ആളവിടേക്ക് ഓടി വന്ന് ഇപ്പോ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ അദ്ദേഹം ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്ത കാര്യം വൈസ് അഡ്മിറലിനോട് പറയാണ്. ആളാണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. അതിനുശേഷം വീണ്ടും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ പറഞ്ഞ വാക്കുകൾ അത് അദ്ദേഹം ഓർക്കുകയാണ്. അവിടെ ചുറ്റും ഒരുപാട് പരിക്കുകൾ പറ്റി വേദനയാൽ നിലവിളിക്കുന്ന ആളുകളെ അവൻ കാണും. വൈസ് അഡ്മിറൽ ആണെങ്കിൽ ഇപ്പൊ സോൾജിയേഴ്സിനോട് പറയും, ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം ജനങ്ങളെ രക്ഷിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമായിരിക്കണം. നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളെ സേഫ് ആക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവന്റെ കൈ അത് ഡോഫ്ലമിംഗോ സ്ട്രിങ് വെച്ച് കെട്ടിയിട്ടുകൊണ്ട് തന്നെ ലൂഫിയെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവനാണെങ്കിൽ ആ സ്ട്രിങ് അതെങ്ങനെയെങ്കിലും അഴിക്കാൻ പറ്റുമോ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഡോഫ്ലമിംഗോ കൺട്രോൾ ഏറ്റെടുത്ത ആ ബെലമി അവനിപ്പോ പുറകിലൂടെ വന്ന് ലൂഫിയെ അറ്റാക്ക് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് വേറൊരു ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടും. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ലൂഫിയുടെ നിസ്സഹായ അവസ്ഥ അത് കണ്ട് അവൻ പൊട്ടിച്ചിരിക്കും. അതിനുശേഷം ഡോഫ്ലമിംഗോയുടെ ക്ലോണും ബെലമയും അവറ്റകൾ രണ്ടും ചേർന്ന് ലൂഫി അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. ലൂഫി വേറെ വഴിയില്ലാതെ അവന്റെ കാല് വെച്ച് ആ അറ്റാക്കൊക്കെ തടയാണ്. പക്ഷെ അപ്പോഴേക്കും ഡോഫ്ലമിംഗോ അവന്റെ കാലുപയോഗിച്ച് ലൂഫിയുടെ മുഖത്ത് ആഞ്ഞു ചവിട്ടും. ആ ഒരു ചവിട്ടില് അവനങ്ങനെ തകർന്ന് വലിയൊരു കുഴിയിലേക്ക് അങ്ങനെ തെറിച്ച് വീഴുകയാണ്. ആ ക്ലൗൺ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ലൂഫിയെ വിടാതെ അവന്റെ അടുത്തേക്ക് പോകും. മറ്റൊരു ഭാഗത്ത് ആ റിയൽ ഡോഫ്ലമിംഗോ അവൻ ട്രഫാർഗറിലോട് അടുത്തേക്ക് വന്ന്, നീ മരിക്കാൻ തയ്യാറാണോ? ഇവിടെ നിന്റെ സമയം അത് കുറിക്കപ്പെടാൻ പോവാണെന്ന് പറയും. ട്രബൂളിനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. അവൻ അങ്ങനെ ട്രഫാർഗർ ലോയെ നോക്കി കളിയാക്കി ചിരിക്കും. പക്ഷെ ട്രഫാർഗർ ലോയ്ക്കാണെങ്കിൽ ഭയങ്കര സംശയം, ഡോഫ്ലമിംഗോ ഇപ്പോഴും ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണോ എന്ന്. മാത്രമല്ല CP0 ടീം പോലും അവനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഐലാൻഡിലേക്ക് വന്നു. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ അവൻ ചോദിക്കും. അതിന് ഡോഫ്ലമിംഗോ ചിരിക്കും. അവൻ ട്രഫാർഗറിലോട് പറയും, ഹോളി ലാൻഡിലുള്ള മറി ജോയ്സിലാണ് ആ നാഷണൽ ട്രഷർ ഉള്ളത്. അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരേ ഒരാൾ ഞാനാണ്. മാത്രമല്ല എനിക്ക് കിട്ടിയ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ അത് നമ്പർ 1 ഡബിൾ ഫ്രൂട്ടിന്റെ പവറാണ്. അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ആരെക്കൊണ്ടും പറ്റില്ല. സോ എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ അവരെ എല്ലാം ട്രിക്കിയായി എന്റെ നേർക്ക് തിരിച്ചു. അങ്ങനെ വേറെ വഴിയില്ലാതെയാണ് അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ അൾട്ടിമേറ്റ് പവർ അതെനിക്ക് മറ്റൊരാൾക്ക് എറ്റേണൽ പവർ കൊടുക്കാൻ കഴിയുക എന്നതാണ്. ട്രഫാർഗർലോ ആണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ സ്റ്റോറിയൊക്കെ കേട്ട് അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഡോഫ്ലമിംഗോ അവൻ വീണ്ടും അവന്റെ സ്ട്രിങ്സ് വെച്ച് ട്രഫാർഗർലോയ്ക്ക് നേരെ വരികയാണ്. അവരുടെ രണ്ടുപേരുടെയും സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഡോഫ്ലമിംഗോ അവൻ എത്രമാത്രം പവർഫുൾ ആണെന്ന്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവന്റെ സ്ട്രിങ്സ് ഉപയോഗിച്ച് ട്രഫാർഗർലോയെ ഓരോ ഭാഗത്തും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ട്രഫാർഗർലോ ആളുടെ സൈസ് ചെറുതാണെങ്കിലും പവർ വളരെ കൂടുതലാണ്. അവന്റെ ഓരോ അറ്റാക്കും ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്ത്
ഡോഫ്ലമിംഗോ ആയിട്ട് ഇപ്പൊ ട്രഫാൽഗർ ലോയും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. ലാവോജിയുടെ മാർഷൽ ആർട്സ് പവറൊക്കെ ഡോഫ്ലമിംഗോ ട്രഫാൽഗർ ലോയ്ക്ക് നേരെ ഉപയോഗിക്കുകയാണ്. പക്ഷെ ട്രഫാൽഗർ ലോയ ആണെങ്കിൽ അവന്റെ മാത്രം പവറിൽ വിശ്വസിച്ചും അത് ഉപയോഗിച്ചും ഓരോ അറ്റാക്കിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇപ്പോൾ ട്രഫാൽഗർ ലോയ്ക്ക് 10 വയസ്സ്, അതായത് 16 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കുഞ്ഞൻ ട്രഫാൽഗർ ലോ ആണെങ്കിൽ ഒരുപാട് കുസൃതികളൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഓടി നടക്കുന്ന കാലം. ട്രബോളും ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസും എല്ലാവരും യങ് ആയിട്ടുള്ള ഒരു പീരീഡ്. ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആയിരുന്ന ഡീമൺടെ ആളുടെ അടുത്താണ് നമ്മുടെ ട്രഫാൽഗർ ലോ ആദ്യമൊക്കെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്നത്. AB5, ട്രബോള് അവരെല്ലാവരും ചെറുപ്പം മുതൽക്ക് ഒരൊറ്റ ടീമായിട്ടാണ് വളർന്നു വന്നത്. ഡീമൺടെ ആണെങ്കിൽ ട്രഫാൽഗർ ലോയുടെ ഫൈറ്റ് അത് തടയുകയല്ലാതെ അവരെ തിരികെ അറ്റാക്ക് ചെയ്യില്ല. ട്രഫാൽഗർ ലോയ ആണെങ്കിൽ അവരോട് ചോദിക്കും, ഞാനും ഇപ്പൊ നിങ്ങൾക്കൊപ്പം കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നില്ലേ, സോ എന്നെ കൂടെ നിങ്ങളുടെ ടീമിൽ ചേർക്കാൻ കഴിയോ? അത് കേട്ട് അവർ പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം ട്രഫാൽഗർ ലോ ഒരു കുഞ്ഞു പയ്യനാണ്. അവന് പറയത്തക്ക സ്ട്രെങ്തോ പവറോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരുത്തനെ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ ടീമിൽ ചേർക്കും ചോദിച്ച് അവർ ട്രഫാൽഗർ ലോയെ നോക്കി കളിയാക്കും. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൻ ദേഷ്യപ്പെട്ട് ഇപ്പൊ ഡീമൺടെ അടിക്കാനായിട്ട് വരും. എന്റെ കയ്യില് കത്തി, ബോംബ് എന്നിങ്ങനെ ഒരുപാട് വെപ്പൻസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല, ഞാൻ നിങ്ങളെ കഴിഞ്ഞും സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് അവൻ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഡീമൺടെ സിമ്പിളായിട്ട് അവനെ തട്ടി മാറ്റുകയാണ്. ട്രഫാൽഗർ ലോ തെറിച്ചുപോയി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബുകളും കത്തിയൊക്കെ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ ചിന്നിച്ചെത്തുകയാണ്. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ അത് കണ്ട് ചിരി അടക്കാനായിട്ട് കഴിയില്ല. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കും. അതിനുശേഷം അവരെല്ലാവരും അവിടുന്ന് കടന്നു പോവാണ്. ട്രഫാൽഗർ ലോ അവൻ ആ വേസ്റ്റുകൾക്കിടയിൽ കിടന്ന് ഒരുപാട് വിഷമിക്കുകയാണ്. അവസാനമായിട്ട് ട്രബോളും ആ ഡീമൺടെയും അവർ പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർത്തെടുക്കും. ഡോഫ്ലമിംഗോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓൾറെഡി നീ വളരെ വീക്കാണ്, മാത്രമല്ല നിനക്കൊരു വലിയ അസുഖമുണ്ട്, വെറും 2 വർഷവും ചുരുങ്ങിയ മാസങ്ങളും അതുമാത്രമാണ് നിന്റെ ലൈഫ് സ്പാൻ. ഇങ്ങനെയുള്ള ഒരാളെ ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾക്ക് ചേർക്കാൻ കഴിയോ? ഒരിക്കലും ഇല്ല. അതിന് ട്രഫാൽഗർ ലോ പറയും, ഞാൻ മരിക്കാൻ ഇനി 2 വർഷം ബാക്കിയുണ്ട്, അതിനുള്ളിൽ എനിക്ക് പറ്റുന്നത്ര ആൾക്കാരെ കൊല്ലണം. ട്രഫാൽഗർ ലോ എന്നൊരാള് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതാണ് എന്റെ ഏക ലക്ഷ്യം. ട്രബോൾ ആണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് വണ്ടർ അടിക്കും. വാവ്, നിന്റെ അവസ്ഥ അതിങ്ങനെയൊക്കെ ആണെങ്കിലും നിന്റെ വാക്കിനും കോൺഫിഡൻസിനും ഒന്നും യാതൊരു കുറവുമില്ല. ഇതിനു മുൻപ് ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇവിടേക്ക് വന്നിരുന്നു. അവരെല്ലാവരും വന്ന 2-ാം ദിവസം തന്നെ അച്ഛനെ കാണണം, അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ നീ മാത്രം ഫയർ പോലെ നിൽക്കുന്നു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ വേറൊരുത്തൻ അവിടേക്ക് വരികയാണ്. അവന്റെ പേരാണ് കോറ. അവന് വേണ്ടിയാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. അവനാണെങ്കിൽ ഡോഫ്ലമിംഗോയെ തന്നെ മാതൃകയാക്കി അതുപോലുള്ള കോട്ടൊക്കെ ഇട്ട് അവിടേക്ക് സ്റ്റൈലായിട്ട് വരും. AB5യും ഡീമൺടെയും അവർ രണ്ടുപേരും ആ സ്റ്റെപ്പില് ഒരു ചെറിയ ട്രാപ്പ് വെക്കും. ആ ട്രാപ്പില് ആൾ അങ്ങനെ തട്ടി താഴെ വീഴുകയാണ്. അത് കണ്ട് അവർ പൊട്ടിച്ചിരിക്കും. ഉടനെ അവൻ ചാടി എഴുന്നേറ്റ് അവർ രണ്ടുപേരെയും ആഞ്ഞടിക്കുകയാണ്. ഇവ മറ്റാരുമല്ല, ഡോഫ്ലമിംഗോയുടെ ബ്രദറാണ്. AB5 ആണെങ്കിൽ ഒരു പൊട്ട ചായ അവൻ ഇട്ടു കൊടുക്കും. അവൻ അങ്ങനെ തന്നെ അത് തുപ്പുകയാണ്. അതിനുശേഷം ഡീമൺടെ ആണെങ്കിൽ ട്രഫാൽഗർ ലോയെ ചൂണ്ടിക്കാണിച്ച് അവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഡോഫ്ലമിംഗോയുടെ ഈ ഒരു ബ്രദറിന് സംസാരിക്കാനായിട്ടാവില്ല. അതുപോലെ തന്നെ അവന് കുട്ടികളെയും ഒട്ടും ഇഷ്ടമല്ല. അവൻ ചാടി എഴുന്നേറ്റ് ലോയെ തൂക്കിയെടുത്ത് ജനലിലൂടെ വലിച്ചെറിയാണ്. അവൻ സ്ക്രാപ്പുകളുടെ ഇടയിലേക്ക് തെറിച്ചു വീഴും. പക്ഷേ ചെറിയ ചെറിയ പരിക്കുകളുമായിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടും. ലോയാണെങ്കിൽ പല്ല് കടിച്ച് ഇപ്പൊ ബ്രദറിനെ നോക്കും. അതിനവനാണെങ്കിൽ സിഗരറ്റ് കത്തിച്ച് അത് അടുത്തുണ്ടായിരുന്ന കർട്ടനിൽ അങ്ങനെ തീ പിടിച്ച് അവിടെ മുഴുവൻ കത്തി എരിയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.